കർത്താവിൻ്റെ ക്രൂശുമരണത്തെ എന്നെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് മലകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു സുപ്രധാന മലയാണ് കൊളുക്കുമല. കൊളുക്കുമലയല്ലല്ലോ, മലയാറ്റൂർ മല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മലയാറ്റൂർ മല കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഇങ്ങനെ ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് നേർച്ചയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ മലയാറ്റൂർ മല ചവിട്ടാനായിട്ട് പോവാണ്. ഒരുപാട് ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടും അവർ ചെയ്ത പാപങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടും എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ മല ചവിട്ടുന്നത്. അപ്പോൾ ഞാനിതിനു മുമ്പ് നമ്മുടെ കുരിശുമല അങ്ങനെയുള്ള മലകളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികമായിട്ട് എനിക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും വരികയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് തയ്യാറെടുത്തത്. പിന്നെ എൻ്റെ അതിബുദ്ധി കൊണ്ടാണോ അതോ എൻ്റെ ആകാംക്ഷ കൊണ്ടാണോ എന്നറിയത്തില്ല, ദുഃഖവെള്ളിയാഴ്ച പോയത് കൊണ്ട് തന്നെ സൂചി കുത്താനിടയില്ലായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല ട്രാഫിക്കും കിട്ടി. അതുപോലെ ഞാൻ പോകുന്ന വഴിയിൽ അവിടെ തോർത്തൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തോർത്തൊരെണ്ണം വാങ്ങിച്ചു. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും തോർത്ത് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും നേർച്ചയോ കാര്യങ്ങളോ ഒക്കെ കാണും എന്ന് വിചാരിച്ചിട്ട് തോർത്ത് വാങ്ങിച്ചൊരു തോളത്തിട്ട് കൊച്ചുങ്ങളുള്ള പോലെ ഇതുപോലെ നടക്കുകയാണ്. എന്നെ കണ്ടാൽ ഇപ്പം 10 പെറ്റിട്ട് നടക്കുന്ന പോലെ തോന്നും. പിന്നെ എനിക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ ആറ്റുപാല് പൊങ്കാലയും പിന്നെ അതുപോലെ പൊങ്കാലയൊക്കെ ഇടുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ തോർത്ത് കാണാറുണ്ട്. അപ്പോൾ അത് എന്നാത്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. ഇത് കണ്ടില്ലേ, ദശമൂലം പോകുന്നത് പോലെ ചട്ടി പോവാണ്. കാലിനും നടുവിനും ഒക്കെ ഏകദേശം എനിക്കൊരു വളവുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ മലയും കൂടെ കയറിയപ്പം ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി. എൻ്റെ ഐഡിയ ആയി പോയതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാനും പറ്റുകയില്ല. ആ 14 കുരിശടിയും ഞാനൊരു 36 സ്ഥലത്ത് ഇരുന്നിട്ടാണ് കയറിയത്. വിശ്വാസം കൊണ്ടല്ല, തല കറങ്ങി കണ്ണെല്ലാം കുഴിഞ്ഞ് മുഖമെല്ലാം ചുമന്ന് അങ്ങനെ ഞാൻ പോയ ഒരു പോക്കാണ്. പട്ടി അണയ്ക്കും പോലെ ഞാൻ അണച്ചു എന്ന് പറയാം. എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, പണ്ട് മലയാറ്റൂർ മല കയറുമ്പോൾ അടിവാരം മുതൽ മേള് വരയ്ക്കും പൊന്നുംകുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ടോ ആയിരിക്കും പോകുന്നതെന്ന്. പക്ഷേ ഇപ്പം ഞാൻ പോകുമ്പോൾ അവർ അങ്ങനെയൊന്നും ആരും പറയുന്നതായിട്ട് കേട്ടില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും എന്നെപ്പോലെ വീഡിയോ പിടുത്തവും അതുപോലെ തന്നെ വിശ്വാസക്കുറവും ജസ്റ്റ് ഒന്ന് പോയി കാണാൻ കയറാമെന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടലല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കാം. എന്നാലും വിശ്വാസത്തോടെ കയറുന്നവരും ഉണ്ട്. കുരിശൊക്കെ ചുമന്ന് കയറുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, അവിടെ നമ്മുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുകയും മുത്തുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഇപ്പം നമുക്കറിയാമല്ലോ, അമ്പലങ്ങളായാലും ക്രിസ്ത്യാനി പള്ളികളായാലും മുസ്ലിം പള്ളികളായാലും എല്ലാം കാശിന് വേണ്ടിയിട്ട് പുറകെ നടക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും പൈസ മാറിയതോടെ അവരുടെ മാറ്റങ്ങൾക്കും ഇത് വന്നു. ഇത് ആന കുത്തിയ പള്ളിയാണ്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കുറേ ആനകൾ വന്നിട്ട് ഈ പള്ളി കുത്തിപ്പൊളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആനകുത്തി പള്ളി എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ തോമാസ് ലീഹായുടെ കാൽപാദങ്ങൾ അവിടെ ചില്ലുംകൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവും. ഞാനിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് കുറേ അമ്മച്ചിമാർ പറയുന്നു, മേളിൽ ചെന്ന് നിന്നാൽ ശബരിമല കാണാമെന്ന്. എവിടെ, എരുമേലിക്കാരിയായ എന്നോടോ? ഇതാണ് പൊന്നുംകുരിശ്, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് പൊന്ന് കിടക്കുന്നതെന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ മല കയറുമ്പോൾ ഒക്കെ എനിക്ക് ചിന്ത വന്നത് എന്നാണെന്നറിയാമോ? കാരണം ഞാൻ എരുമേലിക്കാരി ആയതുകൊണ്ടായിരിക്കാം. സീസൺ സമയത്ത് നമുക്ക് അയ്യപ്പ സീസണിൽ ഇതുപോലെ ഇരുമുടി കെട്ടും ഒക്കെ ആയിട്ട് ഇതുപോലെ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പൊന്നുംകുരിശ് മുത്തപ്പ എന്നുള്ളത് എൻ്റെ വായി ചിലപ്പം സ്വാമിയെ ശരണമയ്യപ്പ വരുമോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയി. ഇതാണ് കാൽപാദം പതിഞ്ഞ് അതവിടെ ചില്ലിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ കുരിശ്, അതായത് 1500 കിലോ ഭാരമുള്ള കുറേ കുരിശ് ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടു. പിന്നെ പോകുന്ന വഴിയിലെല്ലാം ആംബുലൻസ് നമുക്ക് അടിവാരത്ത് കിടപ്പുണ്ട്. കുറേ പേര് തല കറങ്ങി വീഴും, ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. ആൾക്കാരെ എല്ലാം പൊക്കിയെടുത്തുകൊണ്ട് തെരുതെരേ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മലയാറ്റൂർ വിശേഷങ്ങൾ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും മലയാറ്റൂരിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വക്കം എന്തായാലും ഞാൻ ഈ മലയാറ്റൂർ മല ചവിട്ടാനില്ല, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്രയ്ക്കും വയ്യ, എൻ്റെ ഒരു ബോഡിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പം അടുത്ത വീഡിയോയിൽ എക്സോഡസിൻ്റെ പുതിയൊരു യാത്ര കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.